വെൽക്കം ബാക്ക് ടു ലിസിയാസ് ജേണൽ. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വീഡിയോ ഒക്കെ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് പ്രത്യേകം നന്ദി ആദ്യമേ തന്നെ അറിയിക്കുന്നു. ഇപ്പോൾ നമ്മൾ പാമുക്കലായിലെ ഒരു ആഡംബിര എന്ന പേരുള്ള ഒരു ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു നീണ്ട നേരെ ഉണ്ട് അവിടെ. പക്ഷേ അന്നത്തെ ദിവസം എനിക്ക് പനിയും വിറയലും ഒക്കെ ആയിരുന്നതിനാൽ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ഒരു ചായയും ഒരു ആപ്പിളും മാത്രമായിരുന്നു ആ ദിവസത്തെ ഭക്ഷണം. ഉച്ചയ്ക്ക് പോലും ഒന്നും കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു. പിന്നെ പാരസെറ്റമോളായിരുന്നു നമ്മുടെ കഴിപ്പ്. യാത്രയില്ലേ മറ്റുള്ളവർക്ക് തടസ്സമാക്കണ്ട എന്ന് കരുതി ഈ നീണ്ട നിരയിൽ ക്യൂവിലല്ല, ആൾക്കാർക്ക് ഇഷ്ടം പോലെ സെലക്ട് ചെയ്ത് കഴിക്കാം. ഇത് കണ്ടപ്പോൾ അല്പം ഒരു ആകാംക്ഷയും ഒരു സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് തോന്നിക്കുന്നില്ലേ? എന്തെല്ലാം ഐറ്റംസ്. ഞാൻ സാധാരണ സാൻഡ്വിച്ചസ് ആയിരുന്നു ഉണ്ടാക്കി കഴിക്കുന്നത്. മിക്ക ഹോട്ടലുകളിലും ഇതൊക്കെ തന്നെയായിരുന്നു. അതെല്ലാം 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകളിലായിരുന്നു താമസിച്ചത്. തണുപ്പിന് വേണ്ടി പുറത്ത് ഇറങ്ങി നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വീണ്ടും ബസ്സിൽ കയറ്റി യാത്രയാക്കി. ഇനി ഈ സ്ഥലങ്ങളുടെ വിശേഷങ്ങളും അതിൻ്റെ ഭംഗികളും ഒക്കെ നമുക്കൊന്ന് കണ്ട് ആസ്വദിക്കാം. നമ്മളിപ്പോൾ തുയത്തൈര എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളിലെ ഇടയ്ക്ക് വിട്ടുപോയ ഒരു സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ ബൈബിളിൽ അതിൻ്റെ ലിസ്റ്റ് അനുസരിച്ച് പറയുന്നെങ്കിലും ഞങ്ങൾ യാത്ര പോയതനുസരിച്ചാണ് ഞാനിവിടെ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര മനോഹരമായ സ്ഥലങ്ങളാണ്. നമ്മളുടെ രാജ്യത്തെ ഭൂപ്രകൃതിയുമായിട്ട് വേറിട്ടുള്ള ഒരു ഭംഗിയാണ് അവിടെ കാണുന്നത്. കൃഷിയിടങ്ങളാണ് അധികം, ധാരാളം മലകൾ ഒരുപാടുണ്ട്. പക്ഷെ ആ മലകളുടെ ഷേപ്പ് പലയിടങ്ങളിലും പല രീതിയിലാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ വെളിപ്പാട് പുസ്തകത്തിലെ പള്ളിയിലെ 7 പള്ളികളിലൊന്നായ തുയഥൈരയിലേക്കാണ് പോകുന്നതെന്ന്. പുരാതന ലിഡിയ ഇന്നത്തെ തുർക്കി നഗരത്തില് ഒരു പട്ടണമായിരുന്നു. അവിടുത്തെ ഒരു സഭയാണ് തുയാത്തിര. അതിന് തിയാത്തിര എന്നും തുയത്തൈര എന്നും ഒക്കെ പറയും. തുയത്തൈര സഭയ്ക്കുള്ള കത്ത് റെവലേഷൻ ചാപ്റ്റർ 2 18 to 29 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. തൻ്റെ പഠിപ്പിക്കലുകളാൽ ആളുകളെ വഴിതെറ്റിക്കുന്ന ഈസബൽ എന്ന വ്യാജ പ്രവാചകയോടുള്ള സഹിഷ്ണുതയ്ക്ക് പേര് കേട്ടതാണ് തുയത്തൈരയിലെ പള്ളി. അവളുടെ പഠിപ്പിക്കലുകൾ നിരസിക്കാനും തന്നോട് വിശ്വസ്തത പുലർത്താനും യേശു സഭയോട് കൽപ്പിക്കുന്നു. വെളിപ്പാടിലെ 7 സഭകളിൽ ഓരോന്നും വ്യത്യസ്ത തരത്തിലുള്ള സഭയെയോ വിശ്വാസികളെയോ പ്രതിനിധീകരിക്കുന്നു. കൂടാതെ തെറ്റായ പഠിപ്പിക്കലും വിട്ടുവീഴ്ചയും സഹിക്കുന്ന സഭയെ തുയത്തൈര പ്രതിനിധീകരിക്കുന്നു. ഇപ്പോൾ നാം കാണുന്നത് ഈ തുയത്തൈര സഭയുടെ റീമെയിൻസ് ആണ്. ഇവിടെ കാര്യമായിട്ടൊന്നും കാണാനില്ലെങ്കിലും തുയത്തൈര സഭയും ലുദിയയും ഒക്കെ പറ്റി പറയുന്ന ഒരു ഭാഗമാണല്ലോ അത്. തുയത്തൈര സഭയിൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനിയായ ലുദിയയെ പറ്റി കൂടി നാം പ്രതിപാദിക്കേണ്ടിയിരിക്കുന്നു. യൂറോപ്പിലെ ക്രിസ്ത്യാനിത്വത്തിലേക്ക് ആദ്യമായി പരിവർത്തനം ചെയ്യപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്ന, അതായത് പുതിയ നിയമത്തിൽ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 16 വേഴ്സസ് 14 അവിടെ പരാമർശിക്കപ്പെടുന്ന ഒരു യഹൂദ സ്ത്രീയാണ് തുയത്തൈരയിൽ നിന്നുള്ള ലുദിയ അഥവാ ലിഡിയ. ലിഡിയ എന്ന സ്ഥലവും ഉണ്ട്. അവരുടെ പേരും ലിഡിയ എന്ന് തന്നെയാണ്. ലിഡിയ പർപ്പിൾ തുണി വിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ആ പ്രദേശം ഈ ഒരു സിൽക്കിന് വളരെ പ്രശസ്തമാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അവിടെ ഒരുപാട് കടകളൊക്കെ നമ്മൾ കണ്ടു, പക്ഷെ പോയി വാങ്ങിയില്ല എന്നേ ഉള്ളൂ. സെയിന്റ് പോൾ ലുദിയയെ കാണുമ്പോൾ അവൾ ഫിലിപ്പിയിൽ ആയിരുന്നു താമസിച്ചിരുന്നത്. സെന്റ് പോൾ ആണ് അവളെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിച്ചത്. കുടുംബമായി അവര് ക്രിസ്തുമതം സ്വീകരിക്കുകയുണ്ടായി. അവൾ പൗലോസിനും കൂട്ടാളികൾക്കും ഫിലിപ്പിയിൽ ആതിഥ്യവും നൽകുകയുണ്ടായി. ഇനി നമ്മൾ പോകുന്നത് ബർസയിലേക്കാണ്. ബർസ ഒരു വലിയ നഗരമാണ് കേട്ടോ. ആ പട്ടണത്തിലേക്ക് അടുക്കും തോറും നിങ്ങൾക്ക് ആ കെട്ടിടങ്ങളുടെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തൊരു വലിയ പട്ടണമാണെന്നവിടെ. ഒട്ടമൻ ചക്രവർത്തിയുടെ കാലത്തെ അവിടെ പല രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു വലിയ മോസ്കാണ്. കൂടാതെ സിൽക്കിൻ്റെ പ്രശസ്തമായ കടകളും ഒക്കെയാണ്. ഒരുപാട് സിൽക്കിൻ്റെ സാധനങ്ങൾ അവിടെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ നമ്മളൊന്നും വാങ്ങിയില്ല കേട്ടോ. ആരൊക്കെയൊക്കെയോ ചിലരൊക്കെ വാങ്ങി. പക്ഷേ
ഭയങ്കര എക്സ്പെൻസീവാണ് നമ്മുടെ പൈസയുമായിട്ടൊക്കെ കണക്ക് കൂട്ടുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിയില്ല, എല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് പോരുകയുണ്ടായി. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ റോഡ് രണ്ട് റൈറ്റിലും ലെഫ്റ്റിലും പോകുന്ന റോഡിൻ്റെ നടുക്കൂടെയാണ് ഇവിടുത്തെ റെയിൽവേ പാലം. നമ്മുടെ നാട്ടിലാണ് റെയിൽവേ അങ്ങ് ദൂരീകരിച്ച് വേറെ ഏതോ ഒരു സ്ഥലത്തൂടെ ആയിരിക്കും പോകുന്നത്. ഇവിടെ കണ്ട റോഡിൻ്റെ നടുക്കായിട്ട് ചേർത്ത് പിടിച്ച് പോകുന്ന പോലെയാണ് ട്രെയിൻ. വലിയ ട്രെയിനുകളൊന്നും അല്ല, എങ്കിലും ജസ്റ്റ് പാസഞ്ചർ ട്രെയിൻ ആണെന്ന് തോന്നുന്നു. മിക്ക ഇവിടെ തന്നെ സ്റ്റേഷൻസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു 3-4 ബോഗിയിൽ കൂടുതലൊന്നുമില്ല. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം റോഡിൻ്റെ നടുക്കൂടെ ട്രെയിൻ പോകുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ചില കാര്യങ്ങളിലെങ്കിലും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രം ഏകദേശം ഒരു 100 വർഷം പിന്നിലാണെന്ന് തോന്നും. ഇത്രയും പിന്നിലാണെങ്കിലും പലതിനും നമ്മൾ മുന്നിലാണ് താനും. ഇതാ ഞങ്ങൾ ബർസയിലെ ഒരു സിൽക്ക് ഷോപ്പിൽ വന്ന് കയറിയതാണ്. അത് തൊടുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു ഭംഗിയെന്നറിയോ. ആ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. അത് സിൽക്കിൻ്റെ ഷാളുണ്ട്, പിന്നെ പ്രാർത്ഥനാ പായുണ്ടല്ലോ അതുണ്ട്. അങ്ങനെ എല്ലാം അത് വില കൊടുത്ത് വാങ്ങിക്കുന്ന ധാരാളം ആൾക്കാർ കാണും. പക്ഷേ നമ്മുടെ ഇന്ത്യൻസ് അവിടെ ചെന്ന്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളീയർ അവിടെ ചെന്ന് വാങ്ങിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. തൊട്ട് നോക്കിയൊക്കെ പോന്നു. അതിൻ്റെ ചുറ്റിൽ കുട പോലെ കാണുന്നുണ്ടല്ലോ, അതും ഈ കടകളിൽ നിന്നുള്ള ഒരു പ്രത്യേക നിർമ്മിതിയിൽ ആ ഷേപ്പിൽ അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം പള്ളിയിലേക്കാണ് പോകുന്നത്, ഉലുക്കാമി. ബർസയിലെ ദ ഗ്രേറ്റ് ഗ്രാൻഡ് മോസ്ക് അഥവാ ഉലുക്കാമി എന്നാണ് അത് അറിയപ്പെടുന്നത്. 1396-നും 1399-നും ഇടയിലാണ് നിക്കോപോളിസ് എന്ന യുദ്ധത്തിന്റെ വിജയസ്മരണയിൽ സുൽത്താൻ ബൈസായിദ് ഒന്നാമൻ ബർസയിലെ ഗ്രാൻഡ് മസ്ജിദ് നിർമ്മിച്ചത്. നഗരത്തിൽ ഓട്ടോമൻ വാസ്തുവിദ്യയിൽ കാണപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പണിയാണ് ഇത്. ഇതിന്റെ നിർമ്മിതി പൂർത്തിയായത് 1399-ലാണ്. ഞങ്ങൾ ഫോട്ടോ എടുത്തപ്പോൾ ചില ഫ്രെയിംസ് അവിടെ ഉണ്ടായിരുന്നു. 3165 സ്ക്വയർ മീറ്റർ ചുറ്റളവിൽ ചതുരാകൃതിയിലുള്ള ഒരു മസ്ജിദാണിത്. 3 പ്രവേശന കവാടങ്ങളും ഉള്ളിൽ 20 താഴികക്കുടങ്ങളും, അതായത് ഡോംസും ഉണ്ട്. ഒരേ സമയം 5000 വ്യക്തികൾക്ക് ആരാധിക്കാൻ കഴിയും. പള്ളിയുടെ തൊട്ട് പുറത്തുള്ള ഏരിയയാണിത്. ഞാനങ്ങ് വിശദീകരിച്ചു പോയെന്നേ ഉള്ളൂ. ഇന്റർനാഷണൽ ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഞാനവിടെ ഇരിക്കുമ്പോഴുണ്ടല്ലോ ഒരു പാകിസ്ഥാനി ഫാമിലിയോടൊക്കെ സംസാരിക്കുകയുണ്ടായി. ഉള്ളാലെ അങ്ങനെ കേൾക്കുമ്പോൾ ഒരു വിരോധമൊക്കെ തോന്നാമെങ്കിലും നമ്മൾ അന്യനാട്ടിൽ നിന്ന് അവിടെ വന്നിരിക്കുമ്പോൾ നമ്മളെല്ലാം ഒന്നാണ് കേട്ടോ. അത് നമുക്കത് പ്രത്യേകം ആ ഒരു ഫീലുണ്ട്. നമ്മൾ ദൂരെ ഈ ഉള്ളി തിങ്ങി ക്രിക്കറ്റ് കാണുമ്പോൾ മാത്രമേ ആ വിരോധം മനസ്സിലുള്ളൂ. അങ്ങനെയും ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ മസ്ജിദിനകത്തേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ടർക്കിയിൽ ചെന്ന ശേഷം ഒരുപാട് മസ്ജിദിൽ പ്രവേശിക്കുകയുണ്ടായി. മസ്ജിദിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാവരും മുടിയൊക്കെ കവർ ചെയ്ത് നല്ല മാന്യമായ വസ്ത്രം ധരിച്ച് തന്നെ വേണം. പിന്നെ നമ്മളെല്ലാം വസ്ത്രധാരണമെല്ലാം അങ്ങനത്തെ ആയിരുന്നു. ഞങ്ങൾക്ക് അറിയിപ്പുകളുണ്ടായിരുന്നു. പിന്നെ തണുപ്പായിരുന്നുകൊണ്ട് അല്ലെങ്കിൽ തന്നെ തലയിലെല്ലാം തുണിയിട്ടുകൊണ്ടാണ് പോയിരുന്നത്. പിന്നെ ഇതിൻ്റെ നിർമ്മിതികൾ, ഇതിൻ്റെ താഴികക്കുടങ്ങളും മറ്റും കാണാൻ വളരെ ഭംഗിയാണ്. മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ 20 താഴികക്കുടങ്ങളുണ്ട്. അതിന് 12 വലിയ പില്ലേഴ്സിലാണ് അതിനെ നിർത്തിയിരിക്കുന്നത്. പിന്നെ കൂടാതെ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് 18 കോണുകളുള്ള ഒരു ടാങ്ക്, അതായത് വെള്ളം നിറച്ച ഒരു ടാങ്ക് പോലെ നമുക്ക് കാണാം. അതിനകത്തൂടെ ഒരു ഫൗണ്ടനുണ്ട്. അതൊരു പ്രത്യേക രീതിയിൽ അത് നിർമ്മിച്ചതാണ്. ആൾക്കാർ അതിൻ്റെ ചുറ്റും ഇരുന്ന് റിലാക്സ് ചെയ്യുന്നതായിട്ടൊക്കെ നമ്മളൊക്കെ കാണുവാനിടയായി. നല്ല ഭംഗിയാണ് അത് നമ്മൾ ഈ നേരിട്ട് കാണുമ്പോഴേ. ഇതൊന്നും എഴുതിയിരിക്കുന്നത് മുസ്ലിം സഹോദരങ്ങൾക്ക് വായിക്കാൻ പറ്റും. പക്ഷേ നമുക്കിതൊന്നും പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട്, ഈ അക്ഷരം പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് അറിയില്ല. എങ്കിലും ആരാധനകൾ കേട്ടിട്ടുള്ളതുകൊണ്ട് അവിടെ ചിലയിടത്തൊക്കെ നിസ്കരിക്കുന്നവരും ഉണ്ടായിരുന്നു. ഇനിയൊരു 2 നല്ല പള്ളികളൂടെ ഇനി കാണിക്കാനായിട്ട് വരുന്നുണ്ട്. ഇപ്പോഴല്ല, അടുത്ത വീഡിയോസിൽ
ഒന്ന് ബ്ലൂ മോസ്ക്, ഒന്ന് ഹഗിയ സോഫിയ. ഈ രണ്ടെണ്ണം കൂടെ ഇനി 2 എപ്പിസോഡുകളിലായിട്ട് വരുന്നുണ്ട്. ഇത്ര മനോഹരമായിട്ടുള്ള പള്ളികളാണത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നല്ല ഫീവറും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ക്യാമറ തിരിഞ്ഞു പോയതുപോലും ഞാനത് കണ്ടില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്കതിട്ട് പറ്റിയുമില്ല. പിന്നെ ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് ഇടയ്ക്ക് ചേർക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ആ പണികൾ കാണിക്കാൻ വേണ്ടിയാണത് ഞാനത് ആഡ് ചെയ്തത്. അതിൻ്റെ അങ്ങനെ ആയതിൽ ഞാൻ ഖേദിക്കുന്നു. ഇപ്പോൾ ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു അഗ്രം നമ്മൾ കാണുന്നത്. അവിടുന്ന് വീണ്ടും ഇറങ്ങി ബസ്സായിൽ ഞങ്ങളെല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഭയങ്കര തിരക്കുമായിരുന്നു, അതൊരു തണുപ്പുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ ശരീരത്തിന് അസ്വസ്ഥതയുള്ളപ്പോൾ നമുക്ക് എല്ലാത്തിനോടും ഒരു ഇൻട്രസ്റ്റ് തോന്നാൻ സാധ്യതയില്ല. എങ്കിലും മാക്സിമം ഞാൻ അവിടുന്ന് വീഡിയോ ഇതാണ് ആ മസ്ജിദിൻ്റെ ഒരു സൈഡ്. പൊക്കത്തിൽ നിന്നാലേ അത് മൊത്തമായിട്ട് നമുക്ക് ഉയരത്തിൽ നിന്നും എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങി. ഇനി ലഞ്ചിനാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. എൻ്റെ ATM കണ്ടോ അവിടുത്തെ. പിന്നെ അടുത്ത കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ എന്നോട് കൂടെ യാത്ര ചെയ്യുന്നു എന്ന് കരുതുന്നു. കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ നിങ്ങൾ കൂടി പ്രേക്ഷകർ കൂടി കാണാൻ വേണ്ടിയാണ് ഞാനിത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ സഹായിക്കുന്നത് ഓർത്ത് നിങ്ങളോട് നന്ദി പറയുന്നു. ഇവിടെയൊക്കെ പോയി കാഴ്ചകൾ കാണാൻ പറ്റിയതിന് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം ബർസയിലെ കാഴ്ചകളോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.